ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണ്. ഇതെൻ്റെ സ്കൂളിലേക്ക് വേണ്ടി ചെയ്യുവാണ് കേട്ടോ. വർക്ക് എക്സ്പീരിയൻസിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ആണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി കളേഴ്സ് വേണം, പിന്നെ ഗം വേണം, പെയിൻറ്റ് ബ്രഷ് വേണം, ഇതുപോലത്തെ ഡയമണ്ട് ഷേപ്പിലുള്ള മിറേഴ്സ് വേണം. ഇതാണ് കേട്ടോ. ഈ മിറേഴ്സ് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സീക്വൻസ് വേണം. ഞാൻ ഇപ്പോൾ ഒരു പിങ്ക് കളറിലെ സീക്വൻസ് ആണ്. ഈ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഇതുപോലെയാണ് അതുള്ളത്. എൻ്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഇതെടുത്തത്. പിന്നെ സിസേഴ്സ് വേണം, പെയിൻറ്റ് ബ്രഷ് വേണം, വൂളൻ ത്രെഡ്സ് 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഇതുപോലത്തെ വൈറ്റ് ഒരു നൈസായിട്ടുള്ളൊരു കാർഡ്ബോർഡാണ്. പിന്നെ കട്ടിയുള്ള അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാർഡ്ബോർഡ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറായിട്ട് 18 സെൻറ്റിമീറ്റർ ഉള്ള നല്ല ഒരു സ്ക്വയറായിട്ട് എടുക്കാം. ഫുൾ 18 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റ് കാർഡ്ബോർഡ് ഇതുപോലെ 9 പീസായിട്ട് 5 സെൻറ്റിമീറ്റർ ഉള്ള 9 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ ഫുള്ള് മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് A4 വെച്ചിട്ടാണ് നമ്മൾ ബേസ് പൊതിയുന്നത്. എന്നിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ബാക്കിലും കൂടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചതിൽ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും എടുക്കാവേ. ഞാൻ ഇപ്പോൾ ഈ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്ലൂ ഇങ്ങനെ നടുക്ക് തന്നെ പോലെ അപ്പോൾ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. ഞാൻ ആദ്യം ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഇങ്ങനെ നടുക്ക് വന്ന രീതിയിൽ ഞാൻ ഡബിൾ സൈഡ് വെച്ചാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് നോർമൽ ഗമ്മ വെച്ച് ഒട്ടിക്കാം. ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ചത് ഇത്തിരി ഇങ്ങനെ പൊങ്ങി നിൽക്കാനാണ്. അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് എനിക്ക് ഇതുപോലെ ഡിസൈൻ മാറ്റി കൊടുക്കാൻ പറ്റിയായിരുന്നു. അതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ വെക്കാം, പിന്നെ ഇഷ്ടമുള്ള കളറും എടുക്കാം. ഈ ഒരു ബ്ലൂവിൽ ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ആ മിറർ മാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് ആ പിങ്ക് സ്റ്റോണും കൂടെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലെല്ലാം വേറെ വേറെ ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ബ്ലൂവിലും ഗ്രീനിലും ഗ്രീൻ ഒരെണ്ണം കുറച്ച് യെല്ലോ ഒരെണ്ണം കൂട്ടിയിട്ടുണ്ടായിരുന്നു കാർഡ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് യെല്ലോയിൽ ആ പിങ്ക് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. നിങ്ങൾക്ക് ഏതാണോ എടുക്കണത് ആ കളറിനനുസരിച്ച് വെക്കാം. ഇതുപോലെയാണ് ആ ലാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രീൻ കുറച്ചിട്ട് 4 യെല്ലോ ആക്കി എന്നുള്ളത്. എന്നിട്ട് പൊക്കത്ത് വൂളൻ ത്രെഡ് വെച്ചിട്ട് തൂക്കിയിടാൻ വേണ്ടി ഒരു വള്ളി പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് തൂങ്ങിക്കിടക്കാൻ ഇതുപോലെ സംഭവം വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ആയിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പോലെ വെക്കാം. ഞാനിപ്പം അങ്ങനെ 3 നമുക്ക് ഉണ്ടാക്കണം. റെഡും ബ്ലാക്കുമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അത് അങ്ങനെ 2 കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു ബീഡ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 3 ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ആണെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പം 3 വെച്ചിട്ടുള്ളൂ. അതുപോലെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെയ്ത് നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.